നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോ കപ്പിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഇംഗ്ലണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ മറ്റൊരു വമ്പന്മാരായ നെതർലൻഡ്സ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ഈ ഒരു സെമി യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്നാൽ പ്രതീക്ഷക്കൊത്ത ഒരു പ്രകടനം അഥവാ ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള പ്രകടനം ഇതുവരെ പുറത്തെടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇംഗ്ലീഷ് ടീമിനും അവരുടെ പരിശീലകനായ ഗാരത്ത് സൗത്ത്ഗേറ്റിനും ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വിമർശനങ്ങൾ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് ടീമിനെ ബാധിച്ചിരുന്നുവെന്ന് സൗത്ത്ഗേറ്റ് തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മത്സരത്തോടു കൂടി അതിൽ നിന്നെല്ലാം ടീം മുക്തമായി എന്നും സൗത്ത്ഗേറ്റ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച വിമർശനങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൽ നിന്നും ഞങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ക്വാർട്ടർ ഫൈനലോടുകൂടി ഞങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് വന്നു. ഞങ്ങളുടെ ഏറ്റവും മികച്ച ഒരു വേർഷനാണ് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഗ്രൂപ്പിനകത്ത് തന്നെ ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്നുമുണ്ട്. ഒരു പുതിയ ഗ്രൗണ്ട് ബ്രേക്ക് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, സങ്കീർണമായ കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ താരങ്ങൾ വളരെ വേഗത്തിൽ അതിനോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇംഗ്ലീഷ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ടീം വിമർശനങ്ങളെ വകവെക്കാതെ കൂടുതൽ മെച്ചപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ പരിശീലകൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും അവരെയൊന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു പരിശീലകനാണ് സൗത്ത്ഗേറ്റ്. കഴിഞ്ഞ തവണ യൂറോ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടവരാണ് ഇംഗ്ലണ്ട്. ഇത്തവണ ആ ഒരു കിരീടം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.